സോ ഇത് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് ആണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഓരോന്നായി ഇൻ ഡീറ്റെയിൽഡ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പം അതിനോട് എന്താണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഏതൊക്കെയാണ് നോക്കിയത്? അതായത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ആ പർട്ടിക്കുലർ ടൈമിലുള്ള ഇൻപുട്ടിൽ മാത്രം ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ ഏതൊക്കെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ് നോക്കിയത്? അപ്പൊ നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ബേസിക് ആയിട്ട് നോക്കിയത് ഹാഫ് ആർഡർ നോക്കി. സെക്കൻഡ് വൺ നമ്മൾ ഫുൾ ആർഡർ നോക്കി. ഇതിന്റെയൊക്കെ ലാസ്റ്റ് വരുന്ന ആ എക്സ്പ്രഷൻ ആണ്. അപ്പം സമ്മിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, ക്യാരി എങ്ങനെയാണ്, അതൊക്കെയാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടർ, ഇത്രയും നോക്കിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നിർത്തിയത് അല്ലെ. പിന്നെ കുറച്ച് പ്രോബ്ലംസ് നോക്കി. ഇനി ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്കിനി വേണ്ടത് നമ്മൾ ഹാഫ് ഫുൾ സബ്ട്രാക്ടർ നോക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യണം അല്ലെ. അപ്പം ഫുൾ സബ്ട്രാക്ടർ എന്താണ്? ഫുൾ സബ്ട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹാഫ് സബ്ട്രാക്ടർ ഒക്കെ ചേരുമ്പോഴൊക്കെ തന്നെ അങ്ങനെയൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് പറയാം. ഫുൾ സബ്ട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻപുട്ട് ഉണ്ടാവും അല്ലെ. എക്സ്, വൈ, പിന്നെ നമുക്ക് ക്യാരി അല്ല, ഇവിടെ ബോറോയാണ്. സബ്ട്രാക്ടർ എന്ന് പറയുമ്പോൾ ബോറോയാണ്. ആൻഡ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു ബോറോ ഔട്ട് ഉണ്ടാവും. ഈ ഔട്ട് വരുന്ന ബോറോ നമ്മൾ ബോറോ ഇൻ ചെയ്യും. അങ്ങനെ നമ്മൾ ഫുൾ ആർഡറിൽ ചെയ്ത പോലെ തന്നെ. ഇത് ഫുൾ സബ്ട്രാക്ടർ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ നമുക്ക് ഓരോ എൻട്രി നമുക്ക് നോക്കാം. ഡിഫറൻസ്, ബോറോ ഔട്ട്. അപ്പൊ നമുക്ക് എന്തായാലും 3 ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. 0 to 7 വരെ എഴുതും. എന്നിട്ട് നമ്മൾ അത് എങ്ങനെയാ വന്നതെന്ന് നോക്കും അല്ലെ. 0 0 0 0 0 1. സെയിം പ്രോസസ്. 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 and then 1 1 1 അല്ലെ. അപ്പം ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും ഡിഫറൻസ് ചെയ്യാം. അപ്പം എല്ലാ 0 മൈനസ് 0 പിന്നെയും മൈനസ് 0 ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലെ. അപ്പൊ ഇത് 0 തന്നെയാണെന്ന് അറിയാം. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 മൈനസ് 0 അല്ലെ, ഫുൾ സബ്ട്രാക്ടർ ആണ്. 0 മൈനസ് 0 ആൻഡ് ദെൻ 0 മൈനസ് 1. അപ്പൊ ചെറിയ വാല്യൂവിൽ നിന്ന് വലിയ വാല്യൂ ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ബോറോ ഇങ്ങോട്ട് എടുക്കണം. അപ്പൊ 1 0 ആയി ശരിക്കും. അപ്പൊ ഡിഫറൻസ് എന്താണ്? 1. അതുപോലെ തന്നെ ബോറോയും 1 അല്ലെ. ഇവിടെ നോക്കിയാലോ, ഇവിടെയും അതേപോലെ തന്നെ വലിയ വാല്യൂവിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കേണ്ടത്. അപ്പൊ 0 1 ആ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഡിഫറൻസ് 1 വരുള്ളൂ, 1 0 വരുള്ളൂ. രണ്ടാമത്തെ കോളത്തിൽ വലുത് വന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ബോറോ എടുക്കേണ്ട അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, 0 1 1 ആണ്. അപ്പൊ എന്തായാലും 1 മൈനസ് 1 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഡിഫറൻസ് 0 പക്ഷെ ആദ്യം കിടക്കുന്നത് ചെറിയ വാല്യൂ ആയത് മൂലം നമ്മളൊരു ബോറോ എടുത്തേ പറ്റൂ. അപ്പം 0 1 അങ്ങനെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 മൈനസ് 0 ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ബോറോയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാം 0 ആയിരിക്കും അല്ലെ. 1 മൈനസ് 1 0 ആണ്. ഇവിടെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാം 0 തന്നെ. ഇവിടെ ആണെങ്കിലോ 1 മൈനസ് 1 0. ഇവിടെയും ബോറോ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആണെങ്കിലോ 1 മൈനസ് 1 0, പക്ഷെ പിന്നെയും 0 മൈനസ് 1. അപ്പൊ എന്തായാലും 1 തന്നെ, എല്ലാം വലിയ വാല്യൂ തന്നെ. 1 1 1. ഇങ്ങനെയാണ് ബേസിക്കലി ഇതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നത്? ഇനി നമുക്ക് ഡിഫറൻസിന് ഒരു എക്സ്പ്രഷൻ വേണം, ബോറോയ്ക്ക് ഒരു എക്സ്പ്രഷൻ വേണം അല്ലെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ മിൻ ടേം എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ എം ഓഫ് 1, 2, 4, 7. ഇങ്ങനൊരു എക്സ്പ്രഷൻ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേൾക്കുന്നില്ലേ?
ഹലോ, അവിടെ ഉണ്ടോ ആൾക്കാര്? കേക്കാം സർ. ഈ സിഗ്മ എം 1247 എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫുൾ ആഡറിന്റെ നമ്മൾ ഇങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് 1247. അപ്പൊ ഫുൾ ആഡറിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? എ എക്സോർ ബി എക്സോർ സി ആയിരുന്നു. പക്ഷെ ഇവിടെ ബോറോ ഇൻപുട്ട്. അപ്പൊ ഫുൾ ആഡറിനും ഫുൾ സബ്ട്രാക്ടറിനും സെയിം എക്സ്പ്രഷൻ ആണ്. ഇത് ഫുൾ ആഡറിന്റെ സമ്മിന്റെ അതേപോലെ തന്നെയാണ് ട്രൂത്ത് ടേബിൾ വരുന്നത്. അവിടെ എ ബി സി ഇൻപുട്ട് ആയിരുന്നു, ഇവിടെ ആണെങ്കിൽ എ ബി ബി ഇൻപുട്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഡിഫറൻസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇനി നമുക്കുള്ളത് ബോറോ ഔട്ട് ആണ്, ബി ഔട്ട് ആണ്. അപ്പൊ അതിന് നമ്മൾ 1 വന്ന് എവിടേക്കാന്ന് നോക്കണം അല്ലെ. 1 2 3 4 5 1 2 3 7 അല്ലെ. 1 2 3 7 എന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേ സെയിം വേ നമ്മൾ ഫുൾ ആർഡർ എഴുതി അതേ രീതിയിൽ ഇവിടെ എഴുതി വരണം. അപ്പൊ എങ്ങനെയാ? ബി ഔട്ട് ഈസ് ഈക്വൽ ടു, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് 1 വന്നത് അല്ലെ. ഇവിടെയാണ് 1 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെടുക്കണം? ഹയർ ഔട്ട്പുട്ട് ഇവിടെ. അപ്പം എ ബാർ ബി ഇൻപുട്ട് നമ്മള് ഫുൾ ആർഡറിൽ എഴുതിയ പോലെ തന്നെ എ ബാർ ബി. ഒരെണ്ണം കൂടെ ഞാൻ ട്രൂത്ത് ടേബിൾ നോക്കി കാണിച്ചു തരാം. പിന്നെ അടുത്ത ഏതാണ്? അടുത്തത് നെക്സ്റ്റ് 1 അല്ലെ. അതെങ്ങനെ എഴുതും? എ ബാർ ബി ഇൻപുട്ട് ബാർ, എ ബാർ ബി ഇൻപുട്ട് ബാർ. അതേപോലെ തന്നെ ബാക്കിയെല്ലാം എഴുതാം. എ ബാർ ബി ഇൻപുട്ട് പ്ലസ് എ ബി ഇൻപുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ബി ഇൻപുട്ട് കോമൺ എടുത്തു കഴിഞ്ഞാൽ എ ബാർ ബി ബാർ പ്ലസ് എ ബി പ്ലസ് എ ബാർ ബി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ ഒരു കണക്കിന് അങ്ങ് കോമൺ എടുത്താൽ മതി. അപ്പം ബി ഇൻപുട്ട്, അപ്പൊ എ ബാർ ബി ബാർ പ്ലസ് എ ബി എന്തുവാ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. അത് എ എക്സോർ ബി കോംപ്ലിമെന്റ് ആ. എ എക്സോർ ബി കോംപ്ലിമെന്റ് പ്ലസ് എ ബാർ ബി. അപ്പം ബോറോ ഔട്ടിനുള്ള ഒരു എക്സ്പ്രഷൻ എന്താണ്? എ എക്സോർ ബി ഇൻറ്റു ബി ഇൻപുട്ട് പ്ലസ് എ ബാർ ബി. ഇതേപോലെ നമ്മൾ ക്യാരി ഔട്ട് ഫുൾ ആർഡറിന്റെ കേസിലുള്ള ക്യാരി ഔട്ടിന്റെ എക്സ്പ്രഷൻ ഇതേ സിമിലർ ആണ്. എ എക്സോർ ബി ദ ഹോൾ ബാർ ഇൻറ്റു സി ഇൻപുട്ട് പ്ലസ് എ ബാർ ബി. അതാണ് സി ഔട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് ഇപ്പം ഇത് സിമിലർ ഒരു എക്സ്പ്രഷൻ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ വേറൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. നമ്മള് ഏതാണ് ബി ഔട്ടിന് നമുക്ക് ഇങ്ങനെയും പറയാം. എ ബാർ ബി ഇൻപുട്ട് പ്ലസ് എ ബാർ ബി പ്ലസ് ബി ഇൻപുട്ട്. നമ്മള് ഫുൾ ആർഡർ പഠിച്ചപ്പം ഇതേപോലെ ഒരു എക്സ്പ്രഷൻ അവിടെ എഴുതിയതാ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും, അതായത് ആദ്യം വരുന്ന ടൈമിനൊക്കെ ബാർ ഇട്ട് കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്ക് ഇവിടെയും പറയാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഈ എക്സ്പ്രഷൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് ഞാൻ സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അപ്പം പേടിക്കണ്ട. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്? ദ ബോറോ ഔട്ട്പുട്ട് ഫ്രം 1 ഡിജിറ്റ് is connected to the borrow input on the next. അപ്പം അതിന്റെ borrow output from 1 digit is connected to the borrow input on the next. അങ്ങനെ ഓരോ ഇപ്പുറത്തിന്റെ ബോറോ അപ്പുറത്തെ, അങ്ങനെയാണ് ഇത് ഫുൾ സബ്ട്രാക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിന്റെ ആൻഡ് എക്സോർ ഗേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഈ എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്ക്
ബോറോയും ക്യാരിയും വേണമെങ്കിൽ നമുക്ക് ഗേറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. ഞാനത് ചെയ്ത് അങ്ങനെ കാണിക്കുന്നില്ല, നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് കാണിക്കാവുന്നേ ഉള്ളൂ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയ്ക്ക് അങ്ങനെ ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെ എക്സ്പ്രഷൻ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം ലാസ്റ്റ്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്തോ. പക്ഷെ ഇത് ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് കാണാൻ പഠിക്കരുത്, മനസ്സിലാക്കി എക്സ്പ്രഷൻ എന്താണ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഹാഫ് ആർഡർ, ഹാഫ് ആർഡർ, ഹാഫ്, ഇത് ഒരേപോലെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഹാഫ് ആർഡറും ഹാഫ് സബ്ട്രാക്ടറും ഒരുമിച്ച് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് മനസ്സിലാക്കുക. ഞാൻ വേറൊരു കളർ എടുക്കാം. അപ്പൊ ഹാഫ് ആർഡറിന്റെ വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മല്ലേ. അപ്പൊ സം എന്ന് പറയുന്നത് ആ 2 ബിറ്റ് എ എക്സോർ ബി, ക്യാരി എന്ന് പറയുന്നത് എ ബി. ഇനി ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് എ എക്സോർ ബി ആൻഡ് ബോറോ എന്ന് പറയുന്നത് എ ബാർ ബി. ഇത് രണ്ടുമാണ് നമ്മൾ ഹാഫ് ആർഡറും ഹാഫ് സബ്ട്രാക്ടറും തമ്മിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഫുൾ ആർഡർ. ഫുൾ ആർഡർ ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഫുൾ സബ്ട്രാക്ടർ. ഫുൾ ആർഡറിൽ സം എത്രയാണ്? സം ഈസ് ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ സി ഇൻപുട്ട് ആൻഡ് ക്യാരി എങ്ങനെ വരും? ക്യാരി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആൻഡ് എ എക്സോർ ബി ഡോട്ട് സി ഇൻപുട്ട് പ്ലസ് എ ബി. Sum is equal to sigma m 1 2 4 7. നമ്മൾ നേരത്തെ പഠിച്ച ക്യാരി ആണെങ്കിൽ നമ്മൾ മിഡ് ടേമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സിഗ്മ എം 3 5 6 7 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ അതിന്റെ ഒരു അനലോഗസ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. ഡി എങ്ങനെ വരും? ഡി ഈസ് ഈക്വൽ ടു എ എക്സോർ ബി എക്സോർ ബി ഇൻപുട്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഞാൻ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എഴുതുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തീർക്കാം. എ ബാർ ബി ഇൻപുട്ട് പ്ലസ് ബി ബി ഇൻപുട്ട്. ഇത് കുറച്ച് ബോറിംഗ് ആണ്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി കംപ്ലീറ്റ് എഴുതി തന്നെ പോണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ മക്സ് ഡിമക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ ആവുള്ളൂ. നിങ്ങൾ പി എസ് സി ഒക്കെ വിട്ട് ഒരു കമ്പനിയിലൊക്കെ ജോലി പോവുകയാണെങ്കിൽ, കോറിലൊക്കെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ബേസിക് നോളജ് ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, നമ്മൾ പി എസ് സി ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ അവിടെ ചെയ്ത ജോലിയും ഇതൊന്നും നമ്മൾ യാതൊരു ബന്ധവുമില്ല. അവിടെ ബേസിക്കലി ഒരു മാനേജ്മെന്റ് ആണ്. അവിടെ നമ്മളെ ഇലക്ട്രിക്കൽ സംബന്ധമായ ഒരു റിസർച്ചോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ആണ് നമ്മുടെ ഈ KCBI അങ്ങനെയുള്ള ജോലികളൊക്കെ. അവിടെ ഇതൊന്നും ആവശ്യം വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായോ? ഹലോ സാർ, സബ്ട്രാക്ടറിന്റെ 1 2 4 7 ആണോ 3 7 ആണോ? 1 2 4 7 ഫുൾ സബ്ട്രാക്ടറിന്റെ സമ്മും ഫുൾ സബ്ട്രാക്ടറിന്റെ സമ്മും ഡിഫറൻസും ആണ് സെയിം വരുന്നത്. ഇത് 1 2 3 7 തന്നെയാണ്. നമുക്ക് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാലോ. 1 2 3 7 അതെ, ബോറോ അല്ലേ? 1 2 3 7 1 1 എവിടെയാണോ വരുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത്. 1 2 4 7 എന്ന് പറയുന്നത് ബോറോടെയാ, അത് ഞാൻ എഴുതിയിട്ടില്ല. കിട്ടിയില്ലേ? ഡിഫറൻസിന്റെയാ. ഡിഫറൻസ് ആണ് സിഗ്മ എം 1 2 4 7. പക്ഷേ ഫുൾ ആർഡറിന്റെയും ഫുൾ സബ്ട്രാക്ടറിന്റെയും ക്യാരിയുടെയും ബോറോയുടെയും മിൻ ടേം എക്സ്പ്രഷൻസ് സെയിം അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഞാൻ അത് എഴുതിയത് നോക്കില്ല. ശരി, ഓക്കെ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേക്ക് അവേ സാധനം. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എക്സാമിന് കിട്ടൂല. അപ്പം മനസ്സിലാക്കി തന്നെ പഠിക്കുക.
ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് കോമ്പിനേഷൻ സർക്യൂട്ടിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് പോകാം. അപ്പൊ ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ. അത് കഴിഞ്ഞ് നമ്മൾ ഇനി നോക്കേണ്ടത് മക്സ് ആൻഡ് ഡിമക്സ് ആണ്. അപ്പം ഇതൊരു ഓർഡറിൽ പഠിച്ചു പോയെങ്കിലേ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റർ ഒക്കെ എത്തുമ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അപ്പം ഇനി മുതലാണ് ക്രൂഷ്യൽ ഈ നമ്മൾ ഡിജിറ്റൽ നന്നായിട്ട് മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഞാനത് ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് നമ്മൾ എഴുതി തന്നെ പോകുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്, PPT-യുടെ സഹായത്തെക്കാളും. മക്സിന്റെ കുറച്ച് PPT ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അത് ജസ്റ്റ് വായിച്ചു വിട്ടേക്കാം. അങ്ങനെ വായിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. അപ്പൊ നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ ആവാം. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലെക്സർ ആണ്. ഓക്കെ, ഡീമൾട്ടിപ്ലെക്സർ ഇത് കഴിഞ്ഞ് പഠിക്കും. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലെക്സർ ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിത്ത് മെനി ഇൻപുട്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു സബ് എഞ്ചിനീയർ ലെവൽ എക്സാം മുതൽ താഴോട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സർക്യൂട്ട്. ഡീമൾട്ടിപ്ലെക്സർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്യൂട്ട് വിത്ത് many input, circuit with many input but only one output. Second one, circuit used to select and route any one of the several inputs. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സെലക്ടർ സർക്യൂട്ട് എന്ന് പറയും. നമ്മൾ എങ്ങനെയാ, എന്തുകൊണ്ടാണ് സെലക്ടർ സർക്യൂട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാം. അത് ക്ലിയർ ആയിക്കോളും. അപ്പം സെലക്ടർ സർക്യൂട്ട് ആണ്, അതായത് കുറെ ഇൻപുട്ട് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് പിടിച്ചായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുക. അതാണ് മക്സ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. അതുകൊണ്ടാണ് അതിനെ സെലക്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സർക്യൂട്ട് മെനി ഇൻപുട്ട് ബട്ട് ഓൺലി വൺ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേരുണ്ട്, മെനി ടു വൺ സർക്യൂട്ട്. മെനി ടു വൺ സർക്യൂട്ട് എന്ന് ഇതിനെ വിളിക്കും. അപ്പം മെനി ഒരു പേര്. പിന്നെ സെലക്ടർ സർക്യൂട്ട്, അതായത് കുറെ ഇൻപുട്ടിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ സെലക്ടർ സർക്യൂട്ട് എന്ന് വിളിക്കുക. പിന്നെ സെലക്ഷൻ കൺട്രോൾ. ഈ സെലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെലക്ട് ലൈൻസ് ഉപയോഗിച്ചാണ് ഈ സെലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം ഇതിനെപ്പറ്റി ഒട്ടും കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻപുട്ടിൽ കുറെ ഇൻപുട്സ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ 2n എന്ന് വിളിക്കാം. കുറെ ഇൻപുട്ടിനെ ഒന്നാക്കുന്നു. അപ്പൊ 2 എത്രയാവും? 2 ആണെങ്കിൽ ഒരു ഇൻപുട്ട്, 2 ആണെങ്കിൽ 2 ഇൻപുട്ട്, 2 ആണെങ്കിൽ 4 ഇൻപുട്ട്, അങ്ങനെ. അപ്പൊ 2n ഇൻപുട്ടിനെ ഒന്നിലേക്ക് നമ്മൾ മക്സ് ചെയ്യുക അല്ലെ. അപ്പം ശരിക്കും എന്താണ് 2n? എന്താണ്? ഡാറ്റ ഇൻപുട്ട് ലൈൻസ് ഉണ്ടാകും. 2n ഡാറ്റ ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും. n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉണ്ടാവും. ആൻഡ് 1 ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് പറയാം 2 to 1 മക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് 2, ഔട്ട്പുട്ട് 1, സെലക്ട് ലൈൻ 1, 2:1 അല്ലെ. അങ്ങനെ നമുക്ക് പിന്നെ ഇതിന് വേറൊരു പേരുണ്ട്, വളരെ ഇമ്പോർട്ടന്റ്, എക്സാമിനേഷൻ ചോദിക്കും. എന്താണ്? പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. എന്താണ് പാരലൽ ടു സീരിയൽ കൺവേർട്ടർ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രത്തിലോട്ട് പോകാം. അത് എന്ത് പാരലൽ ടു സീരിയൽ കൺവേർട്ടർ? നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. കുറെ ഇൻപുട്സ് പാരലായിട്ട് വരുന്നു, അതിനെ ഒരു ഒറ്റ സീരിയൽ ഔട്ട്പുട്ട് ആക്കുന്നു. അതാ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു n/1 മക്സ് ആണേ. നമ്മൾ പഠിക്കുന്നത് മക്സിനെ പറ്റിയാണ്. n/1 മക്സ് ആണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അതില്
d0 d1 d2 അങ്ങനെ d⁻n−1. പിന്നെ അതിന്റെ കൂടെ ഒരു എനേബിൾ, ഇതെല്ലാം എനേബിൾ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. പിന്നെന്താണ് സെലക്ട് ലൈൻസ് S0 S1 s⁻n−1. അപ്പൊ ഇതാണ് എന്ത്? സെലക്ട് ഇൻപുട്ട്. ആൻഡ് ഇതാണ് ഔട്ട്പുട്ട് y. അപ്പം ഡാറ്റ ഇൻപുട്ട് പാരലൽ ആൻഡ് ഇത് സീരിയൽ ഔട്ട്പുട്ട്. ഓക്കെ, പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, ഇനി നമുക്ക് 2:1 മൾട്ടിപ്ലക്സ് നോക്കാം. അപ്പം 2:1 മൾട്ടിപ്ലക്സ് അല്ലെ, 2:1 മക്സ്. അപ്പൊ 2:1 മക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡാറ്റ ഇൻപുട്ടുകളും. ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ടു ഡാറ്റ ഇൻപുട്ട് ലൈൻസ് അല്ലെ, 2 ഇൻപുട്ടും ഒരു സെലക്ട് ലൈനും ഔട്ട്പുട്ട് 1. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അല്ലെ. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് റിയലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പല രീതിയിൽ വരും. ഓക്കെ, ട്രൂത്ത് ടേബിൾ എല്ലാം നോക്കാം, ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ്, ഒരു മക്സ് വരച്ചു. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2:1 മക്സ്. അപ്പൊ ഇത്രയും കാര്യം നമുക്കറിയാം, 2 ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, ഒരു സെലക്ട് ലൈൻ അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ I0 I1 എന്ന് വിളിക്കാം, ഔട്ട്പുട്ട് 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം 2 തരം ഇൻപുട്ടേ ഉള്ളൂ ഡിജിറ്റൽ അല്ലെ. ഒന്നെങ്കിൽ 0, ഒന്നെങ്കിൽ 1 അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ടേബിൾ വരച്ച് നോക്കാം. എസ്, സെലക്ട് ലൈൻ ആയ എസ് അവിടെയുണ്ട്, ഔട്ട്പുട്ട് ആയ y അവിടെയുണ്ട്. ഒന്ന് 0, ഒന്ന് 1. അപ്പം ആദ്യം I0 0 ആണെങ്കിൽ അല്ലെ, അതായത് സോറി അങ്ങനല്ല, എസ് 0 അല്ലെങ്കിൽ 1. അപ്പം എസ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? I0 ആയിരിക്കും. എസ് 1 ആണെങ്കിൽ ഈ എസ്, അതായത് സെലക്ട് ലൈൻ എന്ന് പറഞ്ഞില്ലേ, സെലക്ടർ എന്ന് പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എസിന്റെ വാല്യൂ 1 വന്നാൽ ഈ മക്സ് I1 സെലക്ട് ചെയ്ത് അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. അപ്പം I1. അപ്പൊ നമുക്ക് അത് നമുക്കൊന്ന് റിയലൈസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y ഈസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ പറഞ്ഞു S0 ആണെങ്കിൽ ഔട്ട്പുട്ട് I0 അല്ലെ. അപ്പൊ y ഈക്വൽ ടു S⁻I0 പ്ലസ് S1 ആണെങ്കിൽ ഔട്ട്പുട്ട് I1 അല്ലെ, S ഇൻറ്റു I1. അപ്പൊ S⁻I0 പ്ലസ് S ഇൻറ്റു I1 ഇങ്ങനെ എഴുതാം അല്ലെ. അപ്പം എസിന്റെ വാല്യൂ 0, എസിന്റെ വാല്യൂ 0 എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ S⁻ ഇവിടെ, അപ്പൊ ഇവിടെ 1 ഇൻറ്റു I0 പ്ലസ് എസിന്റെ വാല്യൂ 1, അപ്പൊ 1. അങ്ങനെയല്ല, S⁻I0. ഓക്കെ, അതായത് നമ്മൾ എസിന്റെ വാല്യൂ 0 എന്നുള്ള വാല്യൂ എടുത്തു. അപ്പൊ 0 എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ I0 കിട്ടണമെന്നല്ലേ. അപ്പൊ ഈ എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ S⁻ 1 ആണ്, അപ്പൊ 1 ഇൻറ്റു I0, പിന്നെ 0 ഇൻറ്റു I1, അങ്ങനെ I0 അത് കിട്ടി. നെക്സ്റ്റ് കേസിൽ എസിന്റെ വാല്യൂ എത്ര? 1 കൊടുക്കണം. അപ്പൊ 1 0 ആയിപ്പോയി. അപ്പം 0 ഇൻറ്റു I0 പ്ലസ് 1 ഇൻറ്റു I1, അങ്ങനെ നമുക്ക് I1 കിട്ടി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്തുവാന്ന്? ഇത് അതിന്റെ എക്സ്പ്രഷൻ എഴുതുക, ജസ്റ്റ് ഒന്ന് I0 I1 എന്ന് എങ്ങനെ കിട്ടുന്നതെന്ന് കാണിച്ചതാ. സാധാരണ ഇങ്ങനെ ഇത് രണ്ടും എഴുതി വെച്ചിട്ട് ഇതും കൂടെ അങ്ങ് പറയത്തേ ഉള്ളൂ. ഈ ഒരു സാധനം അങ്ങനെ ആരും എഴുതി റിയലൈസ് ചെയ്ത് കാണിക്കാറില്ല. നിങ്ങൾക്ക് മനസ്സിലായോ?
മനസ്സിലായി സർ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇന്റേണൽ ഡയഗ്രാം കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ പെട്ടിക്കകത്ത് ഈ 2:1 മക്സ് എന്ന് പറഞ്ഞ സാറ് എഴുതി വെച്ച ഈ പെട്ടിക്കകത്ത് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഇത് എങ്ങനെ ഇത് പിന്നെ കിട്ടുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഇന്റേണൽ ഡയഗ്രാം തരുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഇന്റേണൽ ഡയഗ്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഇന്റേണൽ ഡയഗ്രാം ബ്ലാക്ക് കളർ എടുക്കാം അല്ലെ, ഇന്റേണൽ ഡയഗ്രാം അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ആൻഡ് ഗേറ്റ്, ഇതിനകത്തൊരു ആൻഡ് ഗേറ്റ് 2 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എസ് ബാർ എന്നൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മളൊരു നോട്ട് ഗേറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പം ഒരു I0 നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അപ്പം എസ് ബാർ I0 അല്ലെ. അപ്പം ഈ വരുന്നത് എസ് ആണെങ്കിൽ നമ്മൾ എസ് ബാർ ഇവിടെ കൊടുത്തു. ആൻഡ് ദെൻ I1 ഇവിടെ കൊടുത്തു. പിന്നെ എസ് ഇൻറ്റു I1 അല്ലെ. സോ ഇറ്റ് വിൽ ബി, അപ്പൊ എന്നിട്ട് ആ രണ്ടിനോട് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓർ ഗേറ്റ് കൊടുത്താൽ മതിയല്ലോ. ഓർ ഗേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് y കിട്ടി അല്ലെ. അപ്പം y എന്ന് പറയുന്നത് ഈക്വൽ ടു I0, S0 ആണെങ്കിൽ y എന്ന് പറയുന്നത് ഈക്വൽ ടു I1, S1 ആണെങ്കിൽ. ഓക്കെ ആണോ? ഇതാണ് ഒരു 2:1. എന്തോ? ഓക്കെ, ശരിയാണ്. ഓക്കെ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ 2-3 ഗേറ്റ് ഉപയോഗിച്ച് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ആൻഡ് ഗേറ്റ് എടുത്ത് വെച്ചു, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഗേറ്റ് എടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ. 2:1 മാക്സ്. ഓക്കെ, നോട്ട്സ് ഇപ്പോഴേ വേണ്ടല്ലോ, കുറച്ച് കാര്യങ്ങളോട് എനിക്ക് എഴുതി പറയാനുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ കഴിഞ്ഞിട്ട് നോട്ടിലേക്ക് വരാം. ഓക്കെ, അടുത്തത് 4:1 മക്സ് ആണ്. നെക്സ്റ്റ് ഈസ് 4:1 മക്സ്. 4:1 മക്സ് എന്ന് പറയുമ്പം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയാം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറയാം അല്ലെ. അപ്പൊ 4:1 എന്ന് പറഞ്ഞാൽ 2n. അപ്പൊ 2:2 ഈസ് ഈക്വൽ ടു 4. 2 is equal to 4 data input lines. അപ്പം ഈ 2n, അപ്പൊ n ആണ് സെലക്ട് ലൈൻസ്. അപ്പൊ n is equal to 2 സെലക്ട് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 1 ഔട്ട്പുട്ട് ലൈനും ഉണ്ട് അല്ലെ. 1 ഔട്ട്പുട്ട് ലൈൻ. നമ്മൾ 4:1 മക്സ് എടുത്തു. 4:1 മക്സ് എടുത്തു. 4 ഇൻപുട്ട് എടുത്തു. 1, 2, 3, 4. സോ I0, I1, I0, I1, I2, I3 അല്ലെ. ആൻഡ് ഔട്ട്പുട്ട് y. This is S1, this is S0. 2 ഇൻപുട്ട് ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? S1 S0 y എന്ന് പറയുന്നത് എന്താണ്? 0 0 0 1 1 0 1 1. അങ്ങനെ ആണെങ്കിൽ ബേസിക്കലി I0, I1, I2, I3 അങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പൊ y എങ്ങനെ എടുക്കാം? y equal to S1 bar S0 bar I0 അല്ലെ. S1 bar S0 bar I0 plus S1 bar S0 and I1 plus S1 S0 bar I2
പ്ലസ് S1 S0 I3 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ 3 കേസ് നമ്മൾ പറയുന്നത് y അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഒക്കെ എടുത്ത് നോട്ട് ഗേറ്റും ഉപയോഗിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇന്റേണൽ ഡയഗ്രാം വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഞാനത് അങ്ങനെ അതിലോട്ട് ഞാൻ വരുന്നില്ല. ഇന്റേണൽ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ അല്ലെ. എന്താ നമ്മൾ ആൻഡ് ഗേറ്റ് എടുക്കുക. എത്ര ആൻഡ് ഗേറ്റ് വേണം? 1 2 3 4 3 ആൻഡ് ഗേറ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ എസ് ബാർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഗേറ്റ്സും വേണം. ഇനി അതിനനുസരിച്ച് കൊണ്ടുചെന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർ ഗേറ്റും വേണം. ഒരു 4 ഇൻപുട്ട് ഓർ ഗേറ്റും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് y ഔട്ട്പുട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് ഇതേപോലെ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ വരച്ച പോലെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. 4:1 മാക്സിമം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.